കുറെ ആയില്ല നമ്മൾ ഇതുപോലുള്ള വ്ലോഗുകളൊക്കെ ചെയ്തിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന്. ഇപ്പൊ നമ്മുടെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ കാരണം പുതിയൊരാളും കൂടി നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ, എന്റെ ചേട്ടത്തിയമ്മ. അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒന്ന് സെറ്റ് ആയിട്ടിരിക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? ഞങ്ങളുടെ അവിടെയൊക്കെ കൊപ്പക്കായ എന്നാണ് പറയട്ടെ, ചിലരുടെ പപ്പായാന്നും ചിലരുടെ ഓമക്കായ എന്നും പറയും കേട്ടോ. നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. എന്തായാലും ഇത് ശരിക്കും പഴുക്കോണേക്കാട്ടും മുമ്പ് അമ്മ ചേച്ചിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ കാരണം വേഗം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ അങ്ങനെ ഏറ്റെടുത്തു. ഒന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകി തൊലിയൊക്കെ ചെത്തി കൊണ്ടു കൊടുക്കാട്ടെ ചേച്ചി. കഴുകുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചേട്ടോ, ഒരെണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണിട്ടുണ്ടായിരുന്നു. അത് നല്ല പോലെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ, പുറത്തുനിന്ന് കാണാണ്ടാണ്. അപ്പൊ അതിന്റെ അർത്ഥം നല്ല പോലെ പഴുപ്പൊക്കെ ആയിട്ടുണ്ട്. ഇത് നാടനായ കാരണമെന്ന് തോന്നുന്നു, വല്ലാണ്ട് മഞ്ഞ കളറൊന്നും ആവാണ്ട് കിട്ടണത് കേട്ടോ. ഞങ്ങളുടെ മുമ്പത്തെ വീട്ടില് ഈ സാധനം കുറെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കൊന്നും അന്ന് വേണ്ടല്ലോ, ഒട്ടും ഇഷ്ടമില്ലായിരുന്നില്ല എനിക്ക് ഈ സാധനം. ഇത് കറി വെക്കുന്നതും ഇഷ്ടമില്ല, അതുപോലെ തന്നെ ഇത് പഴുത്തത് കഴിക്കുന്നതും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ വീട്ടില് ഇത് ഒരെണ്ണം ഉണ്ടായി കിട്ടാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കായിരുന്നു. കാരണം ഇപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഴുത്തതായാലും കറി വെച്ചതായാലും നമുക്ക് ഇത് തുറന്നെടുത്തിട്ട് എന്തായാലും നാളെ എങ്ങാനും കറിയൊന്നും വെക്കണമെന്നുണ്ട് കേട്ടോ. ഞാൻ അത്ര പഴുക്കാത്തത് പറഞ്ഞു കേട്ടോ, പക്ഷെ ഇത് കടിച്ചു നോക്കിയപ്പോൾ ഭയങ്കര മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മേടിക്കുന്ന ഒരു പപ്പായക്ക് നല്ല നിറവും നല്ല കളറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മധുരം ഉണ്ടാവാറില്ലല്ലോ. ഇതിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. അതാണ് ഈ നാടും തമ്മിലുള്ള വ്യത്യാസം അല്ലേ. പിന്നെ ഇതിലത്തെ ഒരെണ്ണം നന്നാക്കുമ്പോൾ തന്നെ ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അത് നല്ലപോലെ നീളത്തിൽ കട്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാനത് കാരണം ചതുരനായിട്ടോ കട്ട് ചെയ്തിട്ടുണ്ട്, പകുതി മുക്കാലും ഉടഞ്ഞു പോയില്ലോ. അത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്, അതിനാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. ഇനി എന്തായാലും ഇത് അധികം നേരം വെച്ചോണ്ടിരുന്ന ഇത് ഫുള്ള് ഇപ്പൊ ഞാൻ അകത്താക്കൂട്ടോ. ഇനി എന്തായാലും ചേച്ചിക്കും അമ്മയ്ക്കൊക്കെ കൊണ്ട് കൊടുക്കാം. ചേച്ചിയിലൊന്നും വീഡിയോ ഞാൻ എടുക്കുന്നില്ല, കാരണം അവർക്കൊക്കെ കുറച്ച് മടിയുള്ള ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ഞാൻ മുറ്റൊക്കെ ഒന്ന് അടിച്ച്, അധികം മുറ്റൊന്നും ഇല്ല, എന്നാലും നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കുറേ പ്ലാവിന്റെ ഇലകളും കൂടി വീഴുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൂട്ടി കത്തിക്കലായിരുന്നു കേട്ടോ അടുത്ത പരിപാടി. ചവറ് കത്തിക്കാനൊക്കെ ആയിട്ട് കല്യാണം പ്രമാണിച്ചിട്ട് മേടിച്ചതാണ് ഈ ഒരു റിങ്. ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ. മറ്റേത് കുഴി കുത്തിയിട്ട് അതിലായിരുന്നു ഞങ്ങൾ ചവറ് കൂട്ടിയിട്ട് കത്തിക്കാറ്. ഇന്നെന്തായാലും ചവറിന്റെ കൂടെ കത്തിക്കാനായിട്ട് തേജപ്പിന്റെ ഡൈപ്പറൊക്കെ ജെല്ലൊക്കെ കളഞ്ഞിട്ട് അമ്മ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉണക്കിയിട്ട്. അത് കൂട്ടിയിട്ട് ഞങ്ങൾ കത്തിച്ചായിരുന്നു. പരിപാടി കഴിഞ്ഞിട്ട് ചേച്ചിനെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോകാറുണ്ട് കേട്ടോ. ചേച്ചിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഷേപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ടാറ്റ ബൈ, സീ യു.